നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വളരെ പഴുത്ത ബനാനയ്ക്ക് ഇരിക്കുന്നുണ്ടാവില്ലേ, ആ പഴമൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു പക്കോടയുടെ റെസിപ്പിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അത് നമ്മൾ ഈ ബനാനസ് ഒക്കെ നല്ലോണം സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ നല്ലോണം സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ചെറിയ സവാളയാണ്, അതുപോലെ 2 ചെറിയ തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 4 പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 2 പച്ചമുളകാണ്, ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് കടലമാവാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ചേരുവകളെല്ലാം കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മളൊരു പാനിൽ ഇവിടെ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് കുറച്ചായിട്ട് ഈ പക്കോടയുടെ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ പക്കോടയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനം തന്നെയാണ്. കാരണം നല്ല ക്രിസ്പിയും നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു പക്കോടയാണ്, സ്നാക്കാണിത്. അപ്പൊ ഇതിൽ ആവശ്യത്തിനും അതിലും ചെറിയൊരു പുളിയും ചെറിയൊരു എരിവും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും